അസ്സലാമു അലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോവാൻ സർവശക്തനായ തമ്പുരാൻ തുണയ്ക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കളം പരിചയപ്പെടുത്തി തരാം. ആ കളം എന്നോട് പല ആളുകളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. ശത്രുക്കളെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഭയങ്കര അസൂയ, കുസുമ്പ്, പലതരത്തിലുള്ള പാരവെപ്പ്, പലതരത്തിലും ശല്യം ചെയ്യൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശത്രുക്കളെ അവരിൽ നിന്ന് രക്ഷ കിട്ടാൻ, അവരെ കൊണ്ടുള്ള ശല്യം ഒന്ന് നിൽക്കാൻ എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ കളം നമ്മൾ കൃത്യമായ രീതിയിൽ സംഖ്യകളൊക്കെ, അതിൻ്റെ കളം കൃത്യമായ രീതിയിൽ കളം വരയ്ക്കുക, ആ സംഖ്യകളൊക്കെ എഴുതുക, അതിന് പറയുന്ന ദിവസവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സമയം വരെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നാലേ അതിന് നമുക്ക് അതിൻ്റെതായ ഫലം കിട്ടുള്ളൂ. എന്നിട്ടത് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ ആ കളത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് 4x5 ക്രമത്തിൽ ഉയ്യണം, എന്നിട്ട് അത് കത്തിച്ച് കളയണം. അപ്പോൾ അത് എഴുതിയ പേപ്പറിനകത്ത്, ആ കളം വരച്ച പേപ്പറിനകത്ത് 7 കുരുമുളക് വെച്ചിട്ട് വേണം അത് ഉയ്യാൻ. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ ചെയ്താൽ അതിന് ഫലം കാണുന്നതാണ്. അപ്പം അതിൻ്റെ കളവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കും. അതുപോലെ തന്നെ ചാനലിൻ്റെ പോസ്റ്ററിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ കളങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എല്ലാ കളങ്ങളും കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതെല്ലാം നമ്മുടെ ഒരു പോസിറ്റീവിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഇതിനു വേണ്ടി നമ്മൾ പണം ചെലവാക്കി പലതരത്തിലുള്ള ചൂഷണത്തിലും ഇന്നത്തെ കാലത്ത് ആളുകൾ അകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടും അത്തരം ചൂഷണങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കുറച്ച് ചിലപ്പം വീഡിയോ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പം ബുദ്ധിമുട്ടുള്ളവർ കാണണ്ട, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണ് ഇത്. എനിക്ക് വേണ്ടി നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക. നിങ്ങൾ മറ്റുള്ളവർ സ്ഥലത്ത് പോയിട്ട് ചൂഷണത്തിൽ അകപ്പെട്ട് നിങ്ങളുടെ പണവും സമയവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ അയ്യടാന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ എനിക്ക് വേറെ നേട്ടത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, ബാവുക്ക നമ്മുടെ ബർത്ത് ഡേറ്റ്, നമ്മൾ ജനിച്ച ഡേറ്റ് നോക്കുമ്പം നമ്മൾ അറബ് മാസത്തിൽ ഏത് മാസത്തിലാണ്, ഏത് ഡേറ്റിലാണ് നമ്മൾ ജനിച്ചത് എന്ന് കണ്ടെത്താൻ പറ്റുമോ എന്ന്. അപ്പോൾ പല ആളുകൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നോക്കിയിട്ട്. പക്ഷെ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിൽ പല ആളുകൾക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. കാരണം അവർ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്ന ഡേറ്റിനാണ് ജനിച്ചത്, പക്ഷെ അത് ഏത് അറബ് മാസത്തിലാണ്, ആ അറബ് മാസത്തിൽ ഏതാണ് അതിൻ്റെ തീയതി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അത് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ നമ്മളത് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ആളുകൾക്ക് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട്, ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റലില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇത് നോക്കി കണ്ടെത്താം, അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അടിക്കാം. എവിടെ? ഗൂഗിളിൽ. അപ്പം ഗൂഗിളിൽ ഞാൻ അടിച്ചിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗൂഗിളിൽ നമ്മൾ അടിക്കുക. അപ്പം ഞാൻ ഇൻ്റെ ഡേറ്റ് അടിക്കുകയാണ് കേട്ടോ. ഗൂഗിളിൽ നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യേണ്ടത്? സെർച്ചിങ്ങിൽ പോയിട്ട് സെർച്ചിങ് ബാറിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡേറ്റ് അടിക്കാം. നമ്മൾ ജനിച്ച ഡേറ്റ്, ഇപ്പം ഞാൻ ജനിച്ചത് 16 16/5/1970. അതാണ് ഞാൻ ജനിച്ചത്. അപ്പം അത് അടിച്ചതിൻ്റെ ശേഷം ഹിജ്റ വർഷം എന്നടിക്കണം. ഹിജ്റ വർഷം എന്നടിച്ചതിന് ശേഷം അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ജനിച്ച ആ ഡേറ്റും ആ മാസവും ഒക്കെ അറബിയിൽ അറബ് മാസം ഏതാണ് വരുന്നത് എന്നും എല്ലാം കൃത്യമായിട്ട് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പം ഞാൻ ജനിച്ചത് 16/5/1970 ഹിജ്റ വർഷം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനെയാണ്: 16 മെയ് 1970.
അത് റബിയുൽ അവൽ 10 1390 അറബ് വർഷം. അത് ഇങ്ങനെ വരും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെയാണ്. ഇനി വേറെ ചില ആളുകൾ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, വാവുക്ക പിന്നെ നമ്മളെ കണക്കൊന്ന് നോക്കുമെന്ന് ചോദിക്കും. പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, കണക്ക് നോക്കുക. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം കണക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ചില കാര്യങ്ങൾ അവർക്ക് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അവരിപ്പോ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് കണക്ക് നോക്കൽ. ഇവിടെ ഖുർആനിൽ തന്നെ പലയിടത്തും പറയുന്ന കാര്യമാണ്, ഗൈബായ കാര്യങ്ങൾ, അതായത് മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇനി അവനിഷ്ടമുള്ള അവന്റെ ദാസന്മാർക്ക്, അതായത് പ്രവാചകന്മാർക്കും അതുപോലെ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാർക്കൊക്കെ പല രീതിയിലും അത് അറിയിച്ചു കൊടുക്കാം. അതാണ് പ്രവാചകന്മാർക്ക് വഹി മുഖാന്തരം അറിയിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങളും അങ്ങനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പല മഹാന്മാർക്കും സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. അതുപോലെ ചില ആളുകൾക്ക്, നല്ല പാണ്ഡിത്യമുള്ള ആളുകൾക്കൊക്കെ, അവർക്ക് ചില കണക്കുകളിലൂടെയും ഊഹങ്ങളിലൂടെയൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് കേട്ടോ. ഇതൊന്നും എന്തല്ല, 100% പെർഫെക്റ്റ് അല്ല. അതും കൂടി മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എനിക്കിതൊക്കെ അറിയും, അല്ലെങ്കിൽ എനിക്ക് വൈബായ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ പറയുന്നത് സത്യമായിക്കൊള്ളണം എന്നില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ആളുകളൊക്കെ കണക്ക് നോക്കുന്നത്? പല ആളുകളുണ്ടല്ലേ, നമ്മൾ വിളിച്ചു ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളടുത്ത് ചെന്നാൽ, ഒരു മന്ത്രവാദിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഉസ്താദിന്റെ അടുത്തോ ആരെന്തെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ കണക്കൊന്ന് നോക്കിയാണെങ്കിൽ അപ്പോൾ കണക്ക് നോക്കും, പറയും. അതെങ്ങനെയാ കണക്ക് നോക്കി പറയുന്നത്? ആ കണക്ക് നോക്കലിനെ കുറിച്ച് ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞുതരാം. അത് പലതരത്തിലും കണക്ക് നോക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പല ആളുകളും ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ ഉമ്മന്റെ പേരെന്താണ്? അങ്ങനെ സ്വന്തം പേരും ഉമ്മയുടെ പേരും കണക്ക് കൂട്ടിയിട്ട് അതിന്റെ അബ്ജദിന്റെ കണക്ക് കൂട്ടിയതിന് ശേഷം അതിൽ വരുന്ന സംഖ്യകളെ വെച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ ആവാൻ എന്താണ് കാരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? എന്താണ് അതിനുള്ള ടെക്നിക്ക്? അതായത് നമ്മൾ ഒരു 10 സംഖ്യ, അതായത് 0 മുതൽ 9 വരെ ഒരു 10 സംഖ്യ നമ്മൾ കണ്ടെത്തും. ആ 10 സംഖ്യകൾക്ക് നമ്മളിവിടെ കണ്ടെത്തുന്നത് എന്താ അറിയോ? 10 നെഗറ്റീവായ കാര്യങ്ങൾ കണ്ടെത്തും. ഒരു മനുഷ്യനിലേക്ക് നെഗറ്റീവ് വന്നു ചേരാനുള്ള 10 കാര്യങ്ങൾ കണ്ടെത്തും. ആ 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പല ആളുകളും അതിന് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് സിഹർ, അതുപോലെ പിശാജ്, ശൈത്താന്, ജിന്നുബാധ, ഒഴിയാബാധ, അസൂയ, അതുപോലെ മൂർത്തികൾ, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഓരോ സംഖ്യകൾക്ക് നേരെ അത് കണക്കാക്കി വെക്കും. എന്നതിന് ശേഷം ഈ ആളിന്റെ പേരും ഉമ്മയുടെ പേരും ഒക്കെ കണക്ക് കൂട്ടിയിട്ട് അതിന് കിട്ടുന്ന ഒരു സംഖ്യ ഉണ്ടാവും. ആ സംഖ്യ അതൊക്കെ ഞാൻ മുമ്പ് കളത്തിൽ പറഞ്ഞതാണ്. അബ്ജദിന്റെ കണക്കും അത് കൂട്ടുന്ന രീതിയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് കേട്ടോ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയിപ്പോ ഇതിന്റെ ബാക്കിൽ കമന്റ് ആയിട്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ 10 നെഗറ്റീവായ കാര്യങ്ങൾ ഈ സംഖ്യകൾക്ക് നേരെ എഴുതി വെക്കും. എന്നിട്ട് ഈ കണക്ക് കൂട്ടുന്ന ആളിന് ഒരു സംഖ്യ കിട്ടും. ഉദാഹരണത്തിന് 1 കിട്ടുന്നത് നിൽക്കുക. 1 കിട്ടിയ അപ്പം പറയും, എന്താ പറയാ,
ശൈത്താനിന്റെ പ്രശ്നമാണ് പറയും. നിങ്ങൾക്ക് ശൈത്താൻ കൂടിക്കണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ശൈത്താൻ കൂടിയത് കൊണ്ടാണെന്ന് പറയും. 2 കിട്ടിയെച്ചെങ്കിൽ പറയും പിശാച് കൂടിയതാണെന്ന് പറയും. 3 കിട്ടിയെച്ചെങ്കിൽ പറയും സിഹർ കൂടിയാണെന്ന് പറയും. സിഹർ ചെയ്താണ് പറയും. 4 കിട്ടിയെച്ചെങ്കിൽ എന്താ പറയാ, കണ്ണേറാണെന്ന് പറയും. 5 കിട്ടിയെങ്കിൽ എന്താ പറയാ, കൈവശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പറയും. ഇങ്ങനെ ഓരോ സംഖ്യകൾക്കനുസരിച്ചിട്ട് ഓരോന്ന് പറയും, നെഗറ്റീവായ കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, പടച്ചോനെ എനിക്ക് ഷെയർ ചെയ്തണല്ലോ ഒരാള്, വെറുതെ അല്ല ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ പറയും പിശാച് കൂടിയതാണ്, അല്ലെങ്കിൽ എതിർപ്പോക്കിൽ പെട്ടതാണ്. അധികം ആളുകളും എതിർപ്പോക്ക് പെടും. എതിർപ്പോക്ക് എയിലെ പോയാലും എതിർപ്പോക്കാ. നമ്മുടെ ഈ രാജ്യത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ മുഴുവനും അമുസ്ലിമുകൾ താമസിച്ച സ്ഥലമാണ്. അവരവരുടെ കാവും ആരാധനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്ത് പിന്നീടാണ് മുസ്ലിമും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മനസ്സിലായോ? അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതിലാണ് എതിര് പോക്കില്ലാതിരിക്കുക? അങ്ങനെ എതിര് പോക്കില്ലാത്തൊരു സ്ഥലം ഉണ്ടോ? എതിര് പോക്കില്ലാത്തൊരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ എതിര് എന്താണ് പോക്ക്? ഈ എതിരായിട്ട് എന്താണ് പോകുന്നത്? അപ്പം പിശാചും ആത്മാവും അല്ലെ മറ്റുള്ള മൂർത്തികളും ഒക്കെ അതിലും ഇതിലും സഞ്ചരിക്കുന്നുണ്ട്. അത് ആണ് നമ്മളെ ഈ മനുഷ്യനെ ശല്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ ദുർലഭമാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? ഞാൻ അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഉണ്ടാവാം, പക്ഷെ അത് ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ കയറി കൂടണമെങ്കിലും നമ്മളെ ശല്യം ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണം. ഒന്നുകിൽ ശ്മശാനങ്ങൾ, അതുപോലെ കൊടും കാടുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇന്ന് വളരെ ചുരുക്കമാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് നല്ല വെളിച്ചും ആൾതാമസമുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ചേരുമെന്ന് നമ്മൾ അത്തരത്തിലുള്ള നെഗറ്റീവ് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നെഗറ്റീവ് അല്ല, നമുക്ക് പോസിറ്റീവാണ് വേണ്ടത്. മനസ്സിലായോ? ഇവര് ഈ 10 സംഖ്യകൾക്ക് 10 തരത്തിലുള്ള നെഗറ്റീവ് പറയും. പിശാജ്, ശൈത്താന്, സിഹർ, മാരണം, കൂടോത്രം, എതിർപ്പോക്ക്, കൈവശം, കണ്ണേറ്. എന്നാൽ ഇതിനൊക്കെ പോസിറ്റീവായ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കണക്ക് നോക്കിയിട്ട് വന്നത് 1 എങ്കിൽ 1 അധികാര പവറാണ് 1 എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അത് ശൈത്താനോ പിശാചോ ഒന്നുമല്ല, അധികാര പവർ. ഒന്നിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒന്നിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്ക്, വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ 1 എന്ന് പറയുന്നത് അതിന്റെ പോസിറ്റീവായ കാര്യം നമുക്ക് നോക്കുക. അതായത് അത് അധികാര പവറുള്ള ഒരു സംഖ്യയാണ്. അധികാര പവർ എന്ന് പറഞ്ഞാൽ രാജാവാകാം, മന്ത്രിയാകാം, നാടിനെയും വീടിനെയും ഭരിക്കുന്ന ആളാകാം, കുടുംബത്തിന്റെ അധികാര പവറുള്ള ആളാവാം. ഏത് നിലക്കും അധികാര പവർ ഉണ്ടായിത്തീരും ആ ആൾക്ക്. അങ്ങനെ ഉണ്ടായിത്തീരണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാവണം. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നന്മകൾക്ക് ചുവട് പിടിച്ചുകൊണ്ട് അയാൾ ജീവിക്കണം. അപ്പോൾ അയാളിലേക്ക് ഇതൊക്കെ വരുള്ളൂ. അതുപോലെ 1 അതിന് ഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗ്രഹം സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തേജസ്സുള്ള ഒരു ഗ്രഹമാണ്. അതിന്റെ പ്രകാശം, അതിന്റെ രശ്മികൾ എല്ലാം നമുക്ക് മനുഷ്യർക്ക് അത്യാവശ്യം ഒഴിച്ചുകൂടാത്ത ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ ആയിരിക്കും ഈ മനുഷ്യന്. ആ മനുഷ്യൻ എല്ലാവരുടെയിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളായി മാറും. ഇങ്ങനെ ഒരുപാട് നന്മകൾ അയാളിലുണ്ട്. അത് നമ്മൾ ആരും എന്ത് ചെയ്യില്ല, പറയില്ല. വേഗം പറയും എന്ത്? 1 വന്നാൽ ശൈത്താൻ,
ശൈത്താൻ കയറിയിട്ടുണ്ട് പറയും. ഇതുപോലെ രണ്ട് വന്നാൽ രണ്ടെന്താണ്? ഒരു നല്ല ഒരു സ്നേഹത്തിന്റെ ഉടമയാണ് രണ്ട്. ഒരു കുടുംബത്തെ നല്ല പക്വതയോടുകൂടി സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. ആ ഒരു വ്യക്തി എല്ലാവരുടെ ഇടയിലും സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ട് മാറും. ഒരുപാട് ഗുണങ്ങൾ അയാൾക്കുണ്ട്. ഒരു നല്ലൊരു മനുഷ്യനാകുക, എല്ലാവരും ഇഷ്ടപ്പെടുക, എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ആ ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് അറിയും. മനസ്സിലായോ? ഇതാണ് നമുക്ക് ഓരോ കണക്കുകളും കൂട്ടുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. അങ്ങനെ ഓരോ സംഖ്യകൾക്കും ഈ നെഗറ്റീവ് പറയും, പോസിറ്റീവ് പറയില്ല. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയുമ്പം എന്നോട് വിരോധമായിരിക്കും പല ആളുകൾക്കും. മനസ്സിലായോ? ഇതെനിക്ക് പറയാതിരിക്കാനും പറ്റൂല. കാരണം എത്രയോ ആളുകൾ ചൂഷണത്തിൽ അകപ്പെട്ട് എനിക്ക് വിളിക്കുന്നവരൊക്കെ പറയുന്ന കാര്യം എന്താ അറിയോ? ബാവുക്ക, നിങ്ങൾ എന്റെ കണക്കൊന്ന് നോക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ കണക്ക് ആദ്യം നോക്കിനി ചോദിക്കും. ആദ്യം നോക്കിനി, എന്നിട്ട് എന്താ പ്രശ്നം? അത് എതിർപ്പോക്കുണ്ടെന്ന് പറഞ്ഞു. വേറൊരാളോട് ചോദിക്കുമ്പോൾ പറയും അത് പിശാചിന്റെ ബാധ ഏറ്റതാന്ന് പറയും. വേറൊരാളോട് ചോദിക്കുമ്പോൾ പറയും അത് കാഫിർ ജിന്ന് കയറിയതാന്ന് പറയും. എന്നിട്ടോ അത് ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്നോട് വിളിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? എനിക്ക് വിളിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദൈവനാമം വിളിക്കുക. നിങ്ങളുടെ ഇഷ്ട ദൈവനാമം. അത് ഏത് മതക്കാരാണെങ്കിലും അവർക്കൊരു ഇഷ്ട ദൈവം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ചോദിക്കും, ഒരു ദൈവമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. ഒരു ദൈവം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു ദൈവത്തിനെ പല പേരും വിളിക്കുന്ന ആളുകളാണ് ഇവിടെ. പല പേരും വിളിക്കുന്നവരാ. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ 101 നാമം വിളിക്കുക, ഇഷ്ടദൈവനാമം. അതല്ലെങ്കിൽ നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. അസ്മാഉൽ ഹുസ്നയും 101 തന്നെ ആണ്. അതെല്ലാവർക്കും അത് മനസ്സിലാവില്ല 101 എല്ലാവരും പറയാൻ എന്താ അറിയോ? 99 പറയും. മനസ്സിലായോ? അപ്പം അത് ചൊല്ലുക. അത് നമ്മൾ 11 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലുക എന്ന് ഞാൻ പറയും എല്ലാവരോടും, രാവിലെയും വൈകിട്ടും. അത് 11 അത് ഏറ്റവും ചുരുങ്ങിയതാ. അതിൽ കൂട്ടി നമുക്ക് ചെല്ല, എത്ര വേണമെങ്കിലും കൂട്ടി ചെല്ല. അതിനൊരു കണക്ക് നമ്മളൊരു കണക്ക് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ വിളിക്കുന്നത് ദൈവനാമാണ്. നമ്മുടെ സൃഷ്ടാവിന്റെ നാമാണ് നമ്മൾ വിളിക്കുന്നത്. സൃഷ്ടാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തീർച്ചയായിട്ടും അതിന് ഫലം ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ മുന്നത്തെ ചാനലിൽ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് എല്ലാ നിലക്കും മാറ്റങ്ങൾ സംഭവിച്ചത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഞാനിതിന് വേണ്ടിയിട്ട് പണം ചെലവാക്കി നടന്നിട്ടില്ല. ഹോമം നടത്താൻ പോയിട്ടില്ല, പൂജ നടത്താൻ പോയിട്ടില്ല, മറ്റ് ക്രിയകളോ കർമ്മങ്ങളോ ചെയ്യാൻ പോയിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഈ സംഖ്യകളുടെ കാര്യം പറഞ്ഞാൽ, ആ സംഖ്യകളിൽ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കുറെ പറഞ്ഞതാണ്. ഇനി ഞാൻ സംഖ്യകളുടെ കാര്യങ്ങൾ ഞാൻ പറയാൻ പോയാൽ ഇവിടെ ഇത് നിർത്തിയിട്ട് അതിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം. അപ്പം ആ സംഖ്യകൾ നമുക്ക് ഒരു പണച്ചെലവില്ല. ആ സംഖ്യകൾ ഒരു കളത്തിൽ എഴുതി അവിടെ സൂക്ഷിച്ച് വെക്കുക, അത്രേ ഉള്ളൂ. എന്ന് കരുതിയിട്ട് അത് ദൈവമാണെന്നോ കരുതണ്ട, അല്ലെങ്കിൽ അതിൽ വേറെന്തോ പ്രത്യേകത ഉണ്ടോന്നും കരുതണ്ട. അത് വെറുതെ നമ്മളിപ്പോ ഡയറിയിൽ നമ്മൾ എന്ത് ചെയ്യും, പല കണക്കുകളും എഴുതിക്കൂലേ. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ മക്കള് അവര് 18 വയസ്സ് കഴിഞ്ഞപ്പം തന്നെ അവര് ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരാ, ജോലിക്ക് പോകാൻ തുടങ്ങിയ ആൾക്കാരാ. അതിന്റെ കാരണം എന്താ വെച്ചാല്, എൻ്റെ മൂത്ത മകന് +2 പഠിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. ആ ആക്സിഡന്റിൽ എനിക്ക് നട്ടലിന് പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയപ്പം ഞാൻ വീട്ടിലിരിപ്പായി. അതിൽ മകൻ പറഞ്ഞു,
അപ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങുകയാണ്. അപ്പം അവൻ്റെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആയിക്കോട്ടെ, വീടും കുടുംബമൊക്കെ കഴിയണമല്ലോ. ഞാൻ അവരെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. ഒരു സുപ്രഭാതത്തിൽ നമുക്കൊന്നും നേരാക്കി എടുക്കാൻ കഴിയില്ല. നമ്മൾ തുടക്കത്തിലേ നേരാക്കണം. മക്കൾക്ക് നൽകേണ്ട സ്നേഹം നൽകണം, ഉപദേശങ്ങൾ നൽകണം. കഷ്ടതയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും അറിഞ്ഞും പറഞ്ഞും മനസ്സിലാക്കി കൊടുത്തും മക്കളെ വളർത്തണം. അല്ലാതെ അവർ ചോദിക്കുന്നതൊക്കെ, ഞാൻ എൻ്റെ മക്കൾക്കൊന്നും ഒരു കളിക്കോപ്പും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. ചെറുപ്പത്തിലൊന്നും അങ്ങനെ അവരൊന്നും ചോദിക്കാറുമില്ല. ഒരു വടിയെടുത്ത് ഞാൻ എൻ്റെ മക്കളെ അടിച്ചിട്ടില്ല. അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ സൗദിയിൽ പോയ സമയത്ത് വരുമ്പം ഞാൻ രണ്ടാൾക്ക് ഓരോ കളിക്കോപ്പ് ഉണ്ടെന്ന്. അന്ന് ഓർക്ക് 10-12, ഒരാൾക്ക് 12 വയസ്സും കഴിഞ്ഞിന്, ഒരാൾക്ക് 7 വയസ്സും കഴിഞ്ഞിരിക്കണം. ആ സമയത്ത് മൂത്തവനക്ക് 2 കൊണ്ടുവന്ന്, ആരെങ്കിലും എടുത്തോടെന്ന് എഴുതിയിട്ട് ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന്, ഒരു റിമോട്ടിൽ ഓടുന്ന ഒരു കാറും കൊണ്ടുവന്ന്. അത് ഹെലികോപ്റ്റർ പറന്ന് എവിടെക്കോ തട്ടി പൊട്ടി പീസായിപ്പോയി. ആ പീസ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചാണ് എൻ്റെ മോന്, മൂത്ത മോന്. രണ്ടാമത് കാറ് ചെറിയ മോനാണ് എടുത്തത്. ആ കാർ ഇപ്പോഴും ഒരു തകരാറില്ലാതെ റിമോട്ടിന് ഇപ്പോഴും ഓടും. കൊല്ലം 15 കഴിഞ്ഞ്. മനസ്സിലായോ? 15 2011, 21, 25, 14 കൊല്ലായി. ഇപ്പോഴും ആ കാർ ഓടും. അവന് ബാറ്റൊക്കെ മാറ്റിയിട്ട് ഓൻ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. അവരിപ്പം വലുതായി, അവർ രണ്ടാളും ജോലിക്ക് പോകാൻ തുടങ്ങി, അവരാ കുടുംബം നോക്കണത്. പക്ഷെ അവരാ അതിനോടുള്ള ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ മക്കൾ. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ അറിയോ? ആ മക്കള് ഞാൻ പറഞ്ഞു വരുന്ന എഴുത്തൂത്തിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് അവര് ജോലിക്ക് പോയി അവര് പൈസ കൊണ്ടുവന്ന് ഒരാള് പോലെ തുടങ്ങി. അപ്പൊ രണ്ടാമത്തവൻ പഠിക്കുകയാണ്. രണ്ടാമത്തവൻ പിന്നെ +2 കഴിഞ്ഞ് അക്കൗണ്ടന്റ് പഠിച്ചു. അത് നിന്ന് ഇറങ്ങിയ പിറ്റേന്ന് തന്നെ അവന്റെ സാറ് തന്നെ, പഠിപ്പിച്ച സാറ് തന്നെ ഒരു മറ്റേ എന്താണ് GST ഉണ്ടല്ലോ, നമ്മളെ ടാക്സിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസിൽ ജോലിയാക്കി കൊടുത്തു. അവൻ അന്ന് മുതൽ ഇന്ന് വരെക്കും ആ ഓഫീസിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പം അവർ രണ്ടാളും പൈസ, അവരെ ശമ്പളം കൊണ്ടുവന്നാലേ അവര് ഇവിടെ കൊണ്ടുവന്ന് വെക്കും, വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും. ഇപ്പം എന്താ ആവശ്യമില്ല എടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് എന്താ അറിയോ? അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാത്തിനും ഒരു കൃത്യത, കണക്ക് വേണം. രണ്ടാളും ഓരോ ഡയറി വാങ്ങി. അവന് ഡയറി വാങ്ങി, ഇവനും ഡയറി വാങ്ങി. ആ ഡയറിയിൽ ഓരോ കാര്യങ്ങളും കുറിച്ച് വെക്കണം. നിങ്ങളുടെ ക്യാഷും അതിനകത്ത് വെക്കണം. ആവശ്യമുള്ളത് എടുക്കുക, ബാക്കിയുള്ള അവിടെ വെക്കുക. ചിലവാകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. ശമ്പളം കിട്ടുന്നത് എഴുതി വെക്കുക, ചിലവാകുന്നത് എഴുതി വെക്കുക, കൊടുക്കുന്നത് എഴുതി വെക്കുക, വാങ്ങുന്നത് എഴുതി വെക്കുക. എല്ലാത്തിനും ഒരു കണക്ക് വേണം. ഇന്നും അവരത് ആ ഒരു കണക്ക് പ്രകാരം അത് സ്വീകരിച്ചുകൊണ്ട് പോണത്. മനസ്സിലായോ? അവരെ പൈസ എപ്പം വേണമെങ്കിലും എനിക്ക് എടുക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ എടുക്കാറില്ല. മനസ്സിലായോ? എന്ത് വേണമെങ്കിലും ഇപ്പം എടുത്തോണ്ടിന്ന് പറയും, പക്ഷെ ഞാൻ എടുക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു കണക്ക് എല്ലാത്തിനും വേണം. അതുപോലെ നമ്മളെ ഡയറിയിൽ നമ്മൾ ഓരോ കണക്കും കാര്യങ്ങളും എഴുതി വെക്കുന്നത് പോലെ നമുക്ക് ഈ സംഖ്യകളും കാര്യങ്ങളും അവിടെ എഴുതി വെക്കുക. അതിനൊരു കുഴപ്പമില്ല. അത്രമാത്രം കണ്ടാൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഇതിലേക്ക് വരണം. ഏതിലേക്ക്? നമ്മെ സൃഷ്ടിച്ച ദൈവത്തിനെ, സൃഷ്ടാവിനെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. ഏത് സമയത്തും എപ്പോഴൊക്കെ നമുക്ക് ഒഴിവ് കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പം ഞാൻ ഇതിന്റെ മുമ്പ് ഒരാളോട് പറഞ്ഞു, രാവിലെയും വൈകിട്ടും അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താ പറയുക, 11 പ്രാവശ്യം ചെല്ലാൻ കുറെ സമയം എടുക്കില്ല, അപ്പൊ പണിക്കൊന്നും പോണ്ടേ എന്ന്. അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ 11 പ്രാവശ്യം ചെല്ലാൻ 10 മിനിറ്റ് സമയം മതി. ആ 10 മിനിറ്റ് സമയം നമ്മളത് ചൊല്ലി നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ സ്മരിച്ചു. നമ്മൾ നമ്മുടെ കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ ഒരു 11 പ്രാവശ്യം സ്മരിച്ചു ചൊല്ലി നമ്മൾ കിടന്നുറങ്ങി. എത്ര നല്ലൊരു സംതൃപ്തി നമുക്കുണ്ടാവും. അപ്പം ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോവുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെയും പറയാം. അപ്പം ഞാനിവിടെ പറയുന്നത്, ആ കളം നിങ്ങൾ എന്ത് ചെയ്യാറിയോ, അങ്ങനെ നിങ്ങൾക്ക് ശത്രുവിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആ കളം എന്ത് ചെയ്യുക, അതിൽ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യുക. അത്
ഒരാഴ്ച ചെയ്താൽ പോരാ, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ തന്നെ അങ്ങനെ 4 ആഴ്ച നമ്മൾ അടുപ്പിച്ച് ചെയ്യണം. അതെന്തിനാണെന്നറിയോ? ശത്രുവിന് നാശം സംഭവിക്കുക, ശത്രു ഇല്ലാതാവുക എന്നുള്ളതല്ല. ശത്രുവിന്റെ ശല്യം നമുക്കുണ്ടാവരുത്, അതേ നമ്മൾ ആഗ്രഹിക്കേണ്ടുള്ളൂ. മനസ്സിലായോ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശത്രു പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നമുക്കെതിരെ ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ അതിനും വേണ്ടി പണം ചെലവാക്കി നടക്കാൻ നിന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? നമ്മുടെ പൈസ പോയി കിട്ടുന്നുള്ളൂ. എന്നാൽ നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവന്റെ രക്ഷയും കാവലും നമുക്ക് ഉണ്ടാവുമെന്ന ഉറപ്പോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ശത്രു എന്നും ശത്രു തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? അതായത് ശത്രു എന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ വടിയെടുത്ത് അടിക്കുക എന്നുള്ളതല്ല. പലതരത്തിലുള്ള ശത്രുക്കൾ ഉണ്ടാവും. അതായത് പാര വെക്കുന്നവരുണ്ടാവും, നമ്മെ പറ്റി പലതരത്തിലുള്ള കുറ്റം പറഞ്ഞ് നടക്കുന്നവരുണ്ടാകും, കാണുമ്പോൾ പരിഹസിക്കുന്നവരുണ്ടാകും, നമുക്ക് കിട്ടുന്നതൊക്കെ മുടക്കുന്നവരുണ്ടാകും, തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരത്തുന്നവരുണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള ദ്രോഹങ്ങളും ചെയ്യുന്നവരുണ്ടാകും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളോട് നല്ല രീതിയിൽ സഹകരിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും അവരെ നമ്മൾ അങ്ങോട്ടും തിരിച്ച് സ്നേഹിക്കണം. അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ മെച്ചപ്പെട്ടാൽ നമുക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. എന്നാൽ നേരെ മറിച്ച് ശത്രുക്കളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കൂടെ കൂട്ടരുത്. അത് അപകടമാണ്. അവൻ ശത്രുവാണ്, അല്ലെങ്കിൽ അവൻ എനിക്ക് പാര വെച്ചിരുന്നു, അല്ലെങ്കിൽ അവൻ എനിക്ക് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു ആളാണെങ്കിൽ അയാളെ എതിർക്കാൻ നമ്മൾ പോണ്ട. പക്ഷേ അയാളോട് ചങ്ങാത്തം കൂടാനും നമ്മൾ പോണ്ട. അയാളെ സഹായിക്കാനും നമ്മൾ പോകരുത്. മനസ്സിലായോ? നമ്മളെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും ശരി, നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നമുക്ക് വേണ്ടി നല്ലത് പറഞ്ഞു തന്നവർക്കും ഒക്കെ നമുക്ക് സഹായിക്കാം. അത് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇവരെ സഹായിക്കരുത്. ഇങ്ങനെയുള്ള ആളുകളെ സഹായിക്കരുത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അവസരം പോലും നമ്മൾ കൊടുക്കരുത്. കാരണം എന്താ അറിയോ? നമുക്ക് ദ്രോഹം ചെയ്ത ഒരു ശത്രുവിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ, അത് പോട്ടെ സാരല്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് തുടങ്ങും എന്ത് അറിയോ? നമ്മുടെ കഷ്ടകാലം, നമ്മുടെ നാശം. വീണ്ടും നമ്മൾ നാശത്തിലേക്ക് തന്നെ പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ്, അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിശ്വസിക്കേണ്ടതുമില്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യേണ്ടതുമില്ല, അവരോട് ചങ്ങാത്തം പുലർത്തി നമ്മൾ അവരെ സഹായിക്കേണ്ടതുമില്ല. അവരങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് സാഹചര്യം കൊണ്ട് പത്തി മടക്കി നിൽക്കുന്നവരാണ് എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. മനസ്സിലായോ? സാഹചര്യം കൊണ്ട് അവരുടെ പത്തി മടക്കി നിൽക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ സാഹചര്യം കിട്ടിയാൽ അവർ പത്തി നീർത്തുകയും വീണ്ടും നമ്മെ കൊത്തുകയും ചെയ്യുമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. മനസ്സിലായോ? അവസരം കിട്ടുന്നിടത്ത് വെച്ച് അവർ നമ്മെ കൊടുക്കും. അവസരം കിട്ടുന്നിടത്ത് വെച്ചിട്ട് അവർ നമ്മെ ചതിക്കും, വഞ്ചിക്കും. മനസ്സിലായോ? ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് മനസ്സിലാക്കാനാണ് നമുക്ക് ബുദ്ധി എന്ന ഒരു സംഭവം നമുക്ക് നൽകിയത്. മനസ്സിലായോ? നമ്മെ സൃഷ്ടിച്ച രക്ഷിതാവ്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യരായ നമുക്ക് വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ വിശേഷ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ജീവിക്കണം. ശത്രുവായും മിത്രമായും കാണാൻ നമുക്ക് കഴിയണം. അവരെ പോയി നമ്മൾ ദ്രോഹിക്കണ്ട, പക്ഷെ നമുക്ക് കാണാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മെ ചതിക്കും. ഇന്ന് എനിക്ക് അനവധി ആളുകളും എനിക്ക് വിളിച്ചു പറയുന്നവര് ചതിയിൽപ്പെട്ടവരാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ചതിച്ചു, കോടികൾ ചതിച്ചു, ബിസിനസ്സിൽ പങ്കാളിയാക്കി ചതിച്ചു, കുടുംബത്തിലുള്ളവര് സ്നേഹം നടിച്ചു,
വാങ്ങിക്കൊണ്ടുപോയത് തിരിച്ചു തന്നില്ല. ഇപ്പൊ അടുത്തിന്റെ ഒരു സ്ത്രീകൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാ, വീട് വിറ്റ പൈസ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് പൈസ ആയിട്ട് വരുമ്പോ സ്വന്തം വേണ്ടപ്പെട്ട ആള് ആ പൈസ 2 ദിവസത്തേക്ക് തിരുമറിക്ക് തരുമോ വെച്ചിട്ട്, തരുമല്ല തരണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് വാങ്ങി 2 ദിവസം കൊണ്ട് തിരിച്ചുകൊണ്ടുവന്നു തരാം. ഇപ്പം 2 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ ഒരു ഇടപാടേ ഇല്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അത് കിട്ടാൻ ഇപ്പൊ എന്താ ചെയ്യാ? അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് ഇന്നതൊക്കെ ചെയ്താൽ ഇത്ര ഉറുപ്പ്യ ചെലവാക്കിയാൽ തിരിച്ചു കിട്ടുമോ? അങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകുന്നവർക്ക് ആ പൈസയും കൂടി പോയി കിട്ടുന്നല്ലാതെ തിരിച്ചു കിട്ടൂല. ഇത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയി. ഞാൻ ഈ സംസാരിക്കാൻ നിന്നാ അങ്ങനെയാണ്. അതുകൊണ്ടാണ്. ആരും ഒന്നും വിചാരിക്കരുത്. സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്യുക, അല്ലാത്തവർ വിട്ട് കളയാം കേട്ടോ. അപ്പോൾ ഈ കളം ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മുറുകെ പിടിച്ചോളി. എന്ത്? അസ്മാഉൽ ഹുസ്ന. അത് അറിയാത്തവർ അറിയാവുന്ന ഏതെങ്കിലും ഒരു നാമം 101 പ്രാവശ്യം വെച്ച് 11 പ്രാവശ്യമോ 20 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 41 പ്രാവശ്യമോ ആവർത്തിച്ചോളി. ഞാൻ എല്ലാ നിലക്കും എന്റെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മനസ്സമാധാനം എനിക്ക് കിട്ടി തുടങ്ങിയത് ഇതുകൊണ്ടാണ്. 16 വയസ്സ് മുതൽക്ക് ഞാൻ തുടങ്ങിയ കാര്യമാണ്. 16 വയസ്സ് മുതൽക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സമാധാനം കിട്ടി തുടങ്ങി ആദ്യം. ആ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് പല തടസ്സങ്ങളും നീങ്ങിപ്പോയി. മനസ്സിലായോ? അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നന്നായി തീരും. ഒറ്റയടിക്ക് ഒരാളും നന്നാവൂല. ഘട്ടം ഘട്ടമായിട്ടേ നന്നാവുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ട് മുറുകെ പിടിച്ചോളി. എന്നാ നിങ്ങൾ വിജയിക്കും. എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങൾ മുറുകെ പിടിച്ചോളി. അത് നിങ്ങൾക്ക് രക്ഷക്കുണ്ടാകും. അതിനേക്കാളും അപ്പുറം വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലപ്പം കണക്ക് നോക്കലിന്റെ കാര്യങ്ങൾ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കി ജീവിക്കാൻ നല്ല ബുദ്ധി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.